ഹലോ SSC CGL 2024 ഓൾ കേരള മോക്ക് ടെസ്റ്റ് ദിശ അക്കാഡമി ഇന്നലെ മുതൽ കണ്ടക്ട് ചെയ്ത് തുടങ്ങിയിരുന്നു. അപ്പോൾ ഇന്ന് വൈകുന്നേരം 6 മണിക്കാണ് ഫസ്റ്റ് ഡേയിലെ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞത്. അപ്പോൾ ഡേ 1ൻ്റെ വിന്നർ ആരാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ഒരുപാട് പേര് എക്സാംസ് എഴുതി, ഒരുപാട് പേര് എക്സാം എഴുതാൻ പറ്റിയില്ല, ഫസ്റ്റ് ഡേയിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. അപ്പോൾ അവർക്ക് നെക്സ്റ്റ് ഡേയിലെ മോക്ക് എക്സാം എഴുതാൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ദിവസം 24 ഹവേഴ്സ് മാത്രമാണ് ഒരു എക്സാം എഴുതാനുള്ള ടൈം. അതുകൊണ്ട് ആ 24 ഹവറിനുള്ളിൽ തന്നെ ഡേ 1 എക്സാം കംപ്ലീറ്റ് ചെയ്യുക. ഓരോ ദിവസത്തെയും എക്സാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഡേ 1ലെ വിന്നർ ആരാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, 328 പേരാണ് ഓൾ കേരളയിൽ നിന്ന്, പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് 328 പേര് മാത്രമാണ് ഈ ഓൾ കേരള ടെസ്റ്റ് ആദ്യത്തെ ദിവസം അറ്റൻഡ് ചെയ്തത്. ആ 328-ൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച ആൾ ആരാണെന്ന് നോക്കാം. ആളുടെ ഡീറ്റെയിൽസ്, അതുപോലെ ടോപ്പ് 5 മാർക്കുകൾ, ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച 5 ആളുകളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഡേ 1ൻ്റെ ലീഡർ ബോർഡാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഒന്നാമത്തെ പൊസിഷൻ മേടിച്ച ആൾ പേര് രേഖപ്പെടുത്തിയിട്ടില്ല, ആക്ച്വൽ നെയിം അല്ല, അയൺ മാൻ എന്ന പേരിലാണ് അദ്ദേഹം എക്സാം എഴുതിയത്. അദ്ദേഹത്തിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ അയൺ മാൻ എന്ന പേരിൽ എഴുതിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒറിജിനൽ നെയിം അല്ല ഇവിടെ പബ്ലിഷ് ചെയ്തത്. പകരം അയൺ മാൻ എന്ന പേരിൽ എഴുതിയ ആളുടെ മാർക്ക് 163/200. 200-ൽ 163 മാർക്ക് മേടിച്ച ആളാണ് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച് ഫസ്റ്റ് പൊസിഷൻ ആയിട്ടുള്ളത്. ഇനിയും സെക്കൻഡ് പൊസിഷൻ, രണ്ടാമത്തെ പൊസിഷൻ ഉള്ളത് വൈഷ്ണവിയാണ്. 155.5 155.5 മാർക്സുമായിട്ട് വൈഷ്ണവിയാണ് സെക്കൻഡ് പൊസിഷൻ. തേർഡ് പൊസിഷൻ ഐശ്വര്യ എസ് ആണ് തേർഡ് പൊസിഷൻ. 153.5 153.5 ആയിരുന്നു ടോട്ടൽ മാർക്സ്. അതുപോലെ നാലാമത്തെ പൊസിഷൻ അജയ് കൃഷ്ണ 150.5 150.5 ആണ് നാലാമത്തെ പൊസിഷൻ. അത് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ പൊസിഷൻ വന്നിരിക്കുന്നത് ഗൗരിയാണ് 148/200 200-ൽ 148 മാർക്ക്. ഇതാണ് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച ആൾക്കാരുടെ ഡീറ്റെയിൽസ്. അപ്പോൾ ഡേ 1 ഈ ഒരു എക്സാം നിങ്ങൾക്ക് എന്തിനാണ് എക്സാമിൻ്റെ ലീഡർ ബോർഡും അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്കുകളും എല്ലാം പബ്ലിഷ് ചെയ്തെന്ന് ചോദിച്ചാൽ, പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അതൊരു മോട്ടിവേഷനാണ്. നിങ്ങൾക്ക് മാർക്ക് ഫസ്റ്റ് എക്സാമിന് കുറഞ്ഞു എന്ന് വെച്ച് നിങ്ങൾ ഡിമോട്ടിവേറ്റഡ് ആവുകയല്ല ചെയ്യേണ്ടത്. ഇനിയും നിങ്ങൾക്ക് മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ഡേയ്സ് ഉണ്ട്. എക്സാം അല്ല നിങ്ങൾ എഴുതിയിരിക്കുന്നത്, എക്സാമിന് മുമ്പുള്ള ട്രയൽ മോക്കാണ് നിങ്ങൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് മാർക്ക് കുറഞ്ഞ ആൾക്കാർക്ക് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ടെൻഷൻ അടിക്കുകയോ നിങ്ങൾ ഡിസപ്പോയിൻ്റ് ആവുകയോ അല്ല ചെയ്യേണ്ടത്. നിങ്ങളുടെ എക്സാമിന് മുമ്പുള്ള നിങ്ങൾ തന്നെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു എക്സാമാണ്. സോ ഇനി വരുന്ന 9 ദിവസത്തെയും മോക്ക് ടെസ്റ്റുകൾ, 9 ദിവസത്തെയും ടെസ്റ്റിൽ നിങ്ങളുടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. വളരെ സീരിയസ് ആയിട്ട് ഈ എക്സാമിനെ കാണുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് മോട്ടിവേഷൻ തരുന്നതും നിങ്ങൾക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്യണം എന്ന് കാണിക്കുന്നതുമായിട്ടുള്ള ഒരു എക്സാമാണ് ഈ കൂട്ടത്തിൽ നടക്കുന്നത്. അപ്പോൾ ഡേ 1ൻ്റെ വിന്നേഴ്സിനെ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമെന്ന് കരുതുന്നു. ഇനി ഡേ 2ൻ്റെ മോക്ക് എക്സാം, അതായത് രണ്ടാമത്തെ ദിവസത്തിൻ്റെ, നമ്മൾ 10 ദിവസം ഇനിയുള്ള എല്ലാ ദിവസവും ഒരു മോക്ക് എക്സാം വീതം ഫ്രീ ആയിട്ട് ഓൾ കേരള സ്റ്റുഡൻസിന് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഡേ 2ൻ്റെ മോക്ക് എക്സാം ഇന്ന് വൈകുന്നേരം 6 മണിക്ക് തന്നെ റിലീസ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടെലഗ്രാം ചാനലിലൂടെയും വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും എല്ലാം നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് വന്നിട്ടുണ്ട്. ഇനി അങ്ങനെ ലിങ്ക് കിട്ടാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ദിശ അക്കാഡമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ അതിൽ ഡെയിലി നിങ്ങൾക്ക് ഈ ടെസ്റ്റ് സീരീസ് അപ്ഡേറ്റഡ് ആവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാ ദിവസവും ടെസ്റ്റുകൾ എഴുതാം. ഓരോ ദിവസവും ടെസ്റ്റുകൾ 24 ഹവേഴ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. ഇനി ഈ സമയം മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള സമയമാണ്. 6 മണിക്ക് നിങ്ങൾ ടെസ്റ്റ് കഴിഞ്ഞാൽ അതിൻ്റെ ആക്ച്വൽ ആൻസേഴ്സ് കാണാം. മാത്രമല്ല ഡേ 1 എക്സാമിൻ്റെ ആക്ച്വൽ ആൻസേഴ്സ്, ഉത്തരങ്ങൾ അടങ്ങുന്ന PDF നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലും വാട്സപ്പ് ചാനലുകളിലും ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഡേ 2ൻ്റെ മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നാളെ 6 മണി വരെയാണ് ഡേ 2ൻ്റെ മോക്ക് ടെസ്റ്റ് നടക്കുന്നത്. നാളെ ഡേ 2 മോക്ക് ടെസ്റ്റ് എൻഡ് ചെയ്യുന്നത് മുതൽ തന്നെ ഡേ 3 മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം ഒരു മോക്ക് കഴിയുന്ന ദിവസം തന്നെ അടുത്ത മോക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യണം എന്നറിയാത്തവർക്ക് ദിശ അക്കാഡമിയുടെ ടെലഗ്രാം ചാനലിലും വാട്സപ്പ് ചാനലിലും വരുന്ന ലിങ്ക് ഇങ്ങനെ ഉണ്ടാവും. ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് വെബ് ബ്രൗസറിൽ തന്നെ എഴുതാൻ പറ്റും. നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്താൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മോക്ക് എക്സാമിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ OTP ലോഗിൻ ചെയ്താൽ മാത്രം മതി. അല്ല, ദിശ അക്കാഡമിയുടെ ആപ്പ് എടുക്കുന്നവരാണെങ്കിൽ അതിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഇങ്ങനത്തെ ഒരു 3 ലൈൻസ് കാണും. ആ ലൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫ്രീ മെറ്റീരിയൽസ് എന്ന് പറയുന്ന സെക്ഷൻ കാണും. അതിനകത്ത് ഡോക്യുമെന്റ്, വീഡിയോ, ടെസ്റ്റ് എന്ന് പറഞ്ഞ 3 ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ടെസ്റ്റ് സെലക്ട് ചെയ്യുക. ടെസ്റ്റ് സെലക്ട് ചെയ്തിട്ട് അടുത്ത പേജ് വരുമ്പോൾ SSC CGL 2024 എന്ന് പറയുന്നൊരു കോളം കാണും. മോക്ക് ടെസ്റ്റ് സെലക്ട് ചെയ്യുക. SSC CGL 2024 സെലക്ട് ചെയ്യുക. SSC CGL മോക്ക് ടെസ്റ്റ് 2 എന്ന് പറയുന്ന രണ്ടാമത്തെ മോക്ക് ടെസ്റ്റ് ഇവിടെ കാണും. അത് നിങ്ങൾക്ക് ടച്ച് ചെയ്താൽ തന്നെ ആപ്പ് വഴി നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഇനി ആപ്പ് മാത്രമല്ല, നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴിയും ഈ ഒരു എക്സാംസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ
എല്ലാവരും SSC CGL എക്സാമിന് വളരെ കുറച്ച് ദിവസമുള്ളൂ. നിങ്ങളുടെ എക്സാം സിറ്റിയും ഡേറ്റും ഒക്കെ അറിഞ്ഞു. കുറേ പേര് വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എക്സാം സിറ്റി എവിടെയാണ്, എക്സാം ഡേറ്റ് എവിടെയാണ്, വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ 9-ാം തീയതി മുതൽ എല്ലാവർക്കും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ദിശ അക്കാഡമിയുടെ ആ മെഗാ മാരത്തോൺ സെഷൻസ് വരുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മുടെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട ക്ലാസ്സുകളുമായിട്ട് ഒരുപാട് ഫാക്കൽറ്റീസ് എല്ലാവരും റെഡി ആവുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഈ ക്ലാസ്സസ് എല്ലാം ഫോളോ ചെയ്യുക. ഏറ്റവും ടോപ്പ് 50 ക്വസ്റ്റ്യൻസുമായിട്ടും ടോപ്പ് 20 ക്വസ്റ്റ്യൻസുമായിട്ടും എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസുമായിട്ടും അതുപോലെ തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ എക്സാം ഹോൾ അനാലിസിസുമായിട്ടും ഒരുപാട് ക്ലാസ്സസും മെറ്റീരിയൽസും ക്വസ്റ്റ്യൻസുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. അപ്പോൾ ഡീറ്റെയിൽസിനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.